ലാലേട്ടൻ്റെ മോളുടെ പുതിയ സിനിമ. ലാലേട്ടൻ്റെ മോളെ നമുക്കിതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാം കേട്ടോ. എവിടെ? ഇതാ കണ്ടില്ലേ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് മാത്രം കയറിയിട്ടുള്ള വർത്തമാനമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കമൻറ്റുകളുണ്ട്. ഒന്ന് ഇങ്ങനെയാണ്. ഇതൊരു മിസ്റ്റർ സതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പേര് തന്നെ പറയണം, കാരണം ഇത്തരം ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് ശാപാണ്. പെണ്ണിന് കുറച്ച് ലൂസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഈ സിനിമ കഴിയുന്നതോടുകൂടി സംവിധായകർ ശരിയായിക്കോളും. എന്താണ് സതീഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു മാന്യദേഹം ഉദ്ദേശം എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് അവരമ്മയും കുറേ അമ്മമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. സംഗതി ലോക്കഡ് ആണ്. ഈ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പെണ്ണിന് കുറച്ച് ലൂസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഈ സിനിമ കഴിയുമ്പോൾ കൂടി സംവിധായകൻ ശരിയായിക്കോളും. ഓർമ്മയുണ്ടോ ഈ അച്ഛനും മകളും അച്ഛനും മകൾക്കും ഇവരെ ഓർമ്മയുണ്ടോ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കൂടി നമ്മുടെ ഫഹൽഗാം ഓർമ്മ ഉണ്ടാവില്ലേ? ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഒരാളെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ താഴത്ത് സന്തോഷിക്കേണ്ട, നിന്റെ മകൾ ജിഹാദികളുടെ കൈകളിലാണ്. അതാണല്ലോ പ്രകൃതിക്ഷോഭം വരെ നിന്റെ മകൾക്കെതിരെ എന്തായാലും അത് വല്ലാതെ വളരുന്നില്ല എവിടെയും എന്ന് പറഞ്ഞിട്ട് വേറൊരാള് ഒരു ഗംഭീര പോസ്റ്റ് ഉണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊരു മൂത്ത സംഖ്യയാണ്. ഇവർക്കല്ലാതെ ഇങ്ങനൊന്നും കമന്റ് ഇടാൻ സാധിക്കില്ല കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അറിയാലോ, അയോധ്യ പൂജ സമയത്ത് മോദി പിടിച്ചിട്ടും മോഹൻലാൽ പോയില്ല. കാരണം എന്താ അറിയാലോ? മറക്കാർ റിലീസ് ആവാൻ പോവുകയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അവസരവാദിയാണ് അയാൾ എന്നാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, മോഹൻലാലിന്റെ മകൾക്കെതിരെ അതിഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മോഹൻലാലോ രക്ഷിതാക്കൾ ആരെങ്കിലും അത് വായിക്കുകയാണെങ്കിൽ അവർക്ക് അത് വളരെയധികം വിഷമം തോന്നുന്ന രീതിയിലേക്കാണ് ഈ കമന്റുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ മകള് വളരെയധികം ഷൈ ആയിട്ടുള്ള, ഒപ്പം തന്നെ സ്റ്റേജ് ഫിയർ കുറച്ച് കൂടുതലുള്ള, മലയാളം കൃത്യമായിട്ടൊന്നും പറയാൻ അറിയാത്ത, ഏറെ കാലം പഠിച്ചത് വിദേശത്തായതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്ലൂവൻ്റ് ആയിട്ട് വരുന്നത്. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഷയിലൂടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചാൽ മതിയല്ലോ. ഇവിടെ മോഹൻലാലിന്റെ മകളുടെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തുടക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് അവര് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരുന്നു. കുറെ ഇന്റർവ്യൂസ് പങ്കെടുത്തിരുന്നു. ചിലയിടത്തെല്ലാം കൂടുതൽ വിസ്മയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അച്ഛനെന്ന നിലയ്ക്ക് മതിയെടോ ഇനി എന്നോട് ചോദിക്ക് എന്നടക്കം മോഹൻലാൽ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, മോഹൻലാല് മകളെയും മകനെയും അയാളെന്നും അവളെന്നും എന്തൊക്കെയാണ്, അല്ലാതെ മോളു കൊച്ചു അങ്ങനത്തെ പേരുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരൊക്കെ മുതിർന്ന ആൾക്കാരാണ്, അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആളുകളായിട്ട് ഇവിടെ വളർന്നു വലുതായിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു അച്ഛൻ കൂടിയാണ് നമ്മുടെ മോഹൻലാൽ. എന്തായാലും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് സംഖ്യ ആക്രമണം മോഹൻലാലിന്റെ മകൾക്കെതിരെ വരുന്നത്? ഒന്ന്, മോഹൻലാൽ എന്താ പറയുക, ഒരു ഹിന്ദുത്വവാദിയാണ് എന്നൊരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ട്, ഇദ്ദേഹം ഇപ്പോൾ പട്ടാളത്തിന് ലെഫ്റ്റനന്റ് കേണൽ സംതിങ് ഒരു ഗംഭീര പദവിയൊക്കെ വഹിക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ മകൾ അച്ഛനെ പോലെ തന്നെ അഭിപ്രായം ഉള്ള ഒരാളായിരിക്കണം എന്നാണ് ഈ സോക്കോള് സംഘികളൊക്കെ ഒരു വിചാരം. അതുകൊണ്ട് ഒരിക്കലും CJP പോലെയുള്ള സമര മേഖലയിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നാണ് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ മകള് ഒരു അസല് പെണ്ണ് തന്നെയാണ്. അവര് വളരെ വൃത്തിയായിട്ട് അഭിപ്രായം പറഞ്ഞു. CJP അനുകൂല അഭിപ്രായമാണ് പറഞ്ഞത്. അന്നു മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കെതിരെയും ഒപ്പം തന്നെ മോഹൻലാലിന്റെ മകൾക്കെതിരെയും ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം തന്നെ പറയേണ്ടി വരും. സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കാത്ത അത്രയ്ക്ക് സൈബർ ആക്രമണമാണ്. ഒരുപക്ഷെ ഇത്രയൊന്നും സൈബർ ആക്രമണം തൻ്റെ മകൾക്കെതിരെ വരുമെന്ന് പോലും മോഹൻലാൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അത്രയ്ക്ക് ആക്രമണമാണ് ഇപ്പോൾ മോഹൻലാലിന്റെ മകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഇവരൊക്കെ വിചാരം ഈ രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഇവരാണ് രാജ്യസ്നേഹം കണ്ടെത്തിയത്. ഇവർക്കേ രാജ്യസ്നേഹമുള്ളൂ, വേറൊരാൾക്കും രാജ്യസ്നേഹമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ മകൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഇപ്പോൾ തെറികളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്.
ചില കമന്റുകൾ ഇങ്ങനെയാണ്: എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? എന്ത് വിസ്മയമാണിത്! അമ്മ, എനിക്ക് ശരിക്കും വട്ടുണ്ടോ എന്ന്. അമ്മയും മകളും എന്തൊരു നല്ല ഡ്രസ് ധരിച്ചിരിക്കുന്നു, അത് നല്ല കാര്യം. ഈ പടത്തിന് തുടക്കം എന്നല്ല ഇളക്കം എന്നാണ് ഇടേണ്ടത് എന്നാണ് വേറൊരാളെ കമന്റ്. മോള് ലാലേട്ടൻ്റെ അല്ല, കേരളത്തിലെ എല്ലാവരുടെയും മോളാണെന്നാണ് വേറൊരാളെ കമന്റ്. നല്ലൊരു ഹോസ്പിറ്റൽ കാണിക്കൂ, എന്നിട്ടാകാം ആദ്യ സിനിമ. എന്തോ കുഴപ്പമുണ്ടല്ലോ. അമ്മ ഏതാ, മോൾ ഏതാ എന്ന് വേറൊരാള്. ഒരാള് എഴുതിയ കമന്റ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോളൂ. ഒരാൾ എഴുതിയ കമന്റ് ആണത്, നിങ്ങൾ തന്നെ വായിച്ചോളൂ. എനിക്ക് വായിക്കാൻ കുറച്ച് മടിയുണ്ട്. എങ്ങനെയുണ്ട്? ഇളക്കം എന്നായിരുന്നു ഭൂമിയുടെ. വേറെ എന്തെല്ലാം ജോലികൾ ഈ ലോകത്തുണ്ട്. കിളി പോയ കുട്ടികളാണ് ലാലേട്ടന് ദൈവം കൊടുത്തത് എന്ന് ഒരാളുടെ കമന്റ്. അമ്മ, എനിക്ക് വട്ടാണോ? ഇവൾ എന്തു പറഞ്ഞാലും എന്താണ് ലൂസ്, പെണി ലൂസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഈ സിനിമ കഴിയുന്നതോട് കൂടിയിട്ട് സംവിധായകർ ശരിയാക്കിക്കൊള്ളും. എന്താണ് ഈ മനുഷ്യനൊക്കെ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. എങ്കിലും അസല് ലൈംഗിക ചുവയുള്ള ഭാഷയിലാണ് മോഹൻലാലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന നമ്പർ 1 അഭിനേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൾക്കടക്കം സംഘി വിരുദ്ധമായതുകൊണ്ട്, സംഘി രാഷ്ട്രീയ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ആക്രമണം നടക്കുന്നത്. ഇവർ പറയുന്ന രീതിയിൽ മാത്രം ഈ അഭിനേതാക്കളും അവരെ മക്കളും നടക്കണം. അതിനപ്പുറത്തേക്ക് നടക്കുന്നവരെല്ലാം ഇവരുടെ കണ്ണിൽ മോശപ്പെട്ടവരാണ്. സമ്മതിച്ചു പോയി ചെങ്ങായിമാരെ. ബൈ.